വന്ദേമാതര വിവാദത്തിൽ കോൺഗ്രസിന് നിയമോപദേശം. ആലാപനം തടഞ്ഞാൽ നടപടി ബാധകമാവുക സർക്കാർ പരിപാടികളിൽ മാത്രം, സ്വകാര്യ ചടങ്ങുകൾക്ക് നിയമം ബാധകമല്ലെന്നാണ് നിയമോപദേശം. അഭിഷേക് മനു സിംഗ്വിയാണ് നിയമോപദേശം നൽകിയത്. സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കൾക്കെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ BJP പരാതി നൽകിയ പശ്ചാത്തലത്തിലാണ് നിയമോപദേശം. നോബിൾ മാരിക്കാനുണ്ട് വിശദാംശങ്ങളായി. നോബിൾ, സർക്കാർ പരിപാടികളിൽ ആലാപനം തടഞ്ഞാൽ മാത്രമാണ് ഈ നിയമം ബാധകമാവുക, ഈ സ്വകാര്യ പരിപാടികൾക്ക് അത് ബാധകമാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ BJPയുടെ പരാതികൾ അത് നിലനിൽക്കുമോ? കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ സ്വാതന്ത്ര്യത്തിൽ വന്ദേമാതരം മുഴുവനായി ആലപിക്കുമ്പോൾ സോണിയാഗാന്ധി തടയാൻ ശ്രമിച്ചത് വലിയ തരത്തിൽ BJP ആയുധമാക്കുകയും ദില്ലി, അതോടൊപ്പം തന്നെ മുംബൈ, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി അടക്കം നൽകുകയും ചെയ്ത സാഹചര്യമുണ്ട്. കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ എന്താണെങ്കിലും ഇപ്പോൾ നിയമോപദേശം കോൺഗ്രസിന്റെ ആശങ്കകൾ അകറ്റുന്നതാണ്. മനു അഭിഷേക് സിംഗ്വിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഇപ്പോൾ നിയമോപദേശം ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്നത്. നിലവിൽ വന്ദേമാതരം മുഴുവനായി ആലപിക്കാൻ ആവശ്യപ്പെടുന്നത് അത് സ്വകാര്യ ചടങ്ങുകളിലല്ല, മറിച്ച് സർക്കാർ ചടങ്ങുകളിലാണ്. സ്വകാര്യ ചടങ്ങുകളിൽ ഇത്തരത്തിൽ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നിയമം ബാധകമാകില്ല, വന്ദേമാതരം തടയുന്നതുമായി ബന്ധപ്പെട്ട നിയമം ബാധകമാകില്ല എന്നാണ് മനു അഭിഷേക് സിംഗ്വി എന്താണെങ്കിലും കോൺഗ്രസിന് നിയമോപദേശം നൽകിയിരിക്കുന്നത്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യത്തിൽ ഈ വന്ദേമാതരം തടയാൻ ശ്രമിച്ചു എന്ന് കാണിച്ചുകൊണ്ട് BJP പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്രയിലും ദില്ലിയിലും പോലും ഇതുവരെ പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പോലീസിനും ഇത്തരത്തിൽ ആശയക്കുഴപ്പം ഉണ്ട്. അത്തരത്തിൽ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരും കേസെടുക്കാത്തത്. എന്താണെങ്കിലും വന്ദേമാതരം സർക്കാർ ചടങ്ങുകളിൽ മാത്രമാണ് ഇത്തരത്തിൽ തടയാൻ ശ്രമിച്ചാൽ കേസ് വരികയുള്ളൂ എന്നാണ് ഇപ്പോൾ മനു അഭിഷേക് സിംഗ്വി എന്നാണ് നിയമോപദേശം നൽകിയിരിക്കുന്നത്. ഈ പറഞ്ഞ സ്വകാര്യ ചടങ്ങുകളിൽ അത് ബാധകമല്ല എന്ന് പറയുന്നു. അതേസമയം വലിയ വിമർശനമാണ് BJP വന്ദേമാതരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് എതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കോൺഗ്രസ് വന്ദേമാതരത്തെ പൂർണ്ണമായും അപമാനിക്കുകയാണ് എന്നും അതോടൊപ്പം മുസ്ലിം ലീഗ് അടക്കമുള്ള സഖ്യകക്ഷികൾക്ക് വേണ്ടി ഇത്തരത്തിൽ വന്ദേമാതരത്തെ മുഴുവനായി ചൊല്ലാതിരിക്കുകയാണെന്ന വിമർശനം ഇന്നലെ അമിത്ഷാ അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചിരുന്നു. അതാണെങ്കിലും വന്ദേമാതരം ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനെതിരെ BJP നിലപാട് ഘടിപ്പിക്കുമ്പോഴാണ് സോണിയാഗാന്ധി അടക്കമുള്ളവർക്കെതിരെ നൽകിയ പരാതിയിൽ ഇപ്പോൾ കോൺഗ്രസ് എന്താണെങ്കിലും മനു അഭിഷേക് സിംഗ്വി നിയമോപദേശം നൽകിയിരിക്കുന്നത്. പൊതുചടങ്ങുകളിൽ, പ്രത്യേകിച്ച് സർക്കാർ ചടങ്ങുകളിൽ മാത്രമാണ് ഇത് ബാധകമാവുക. സ്വകാര്യ ചടങ്ങുകൾക്ക് നിലവിൽ വന്ദേമാതരം തടയുന്നതുമായി ബന്ധപ്പെട്ട പുതിയ നിയമ ഭേദഗതി ബാധകമാകില്ല എന്നാണ് നിയമോപദേശം. ശരി, നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.